ഹലോ, യുകെയിലോട്ട് വരുന്നത് വേർത്താണോ? എനിക്ക് കുറേ പേര് ഇപ്പം മെസ്സേജ് ചെയ്യുന്നുണ്ട്. കാര്യം ഞാൻ യുകെയായിട്ട് ബന്ധപ്പെട്ട് 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. സോ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്തിടാമെന്ന്. ജെനുവിൻലി ഉള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. പലർക്കും പല അഭിപ്രായമായിരിക്കും. എല്ലാവരുടെയും അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നുണ്ട് ട്ടോ. ഒന്നാമത്തെ ഒരു കാര്യം, യുകെയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എൻ്റെ സ്വന്തം ഫീൽഡിൽ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്കിത് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുമോ എന്ന് ചിന്തിക്കുക. അത് ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഞാൻ ചെയ്യുന്ന ജോബ് എൻ്റെ സ്വന്തം ഫീൽഡിലല്ലല്ലോ എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടാവുമോ? ഉണ്ടാവും എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരാൻ നിൽക്കേണ്ട. കാര്യം സ്വന്തം ഫീൽഡിൽ ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. അത് ഞാൻ സമ്മതിച്ചു തരുന്നു. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തം ഫീൽഡിൽ തന്നെ ജോബ് മേടിക്കും എന്ന് നിങ്ങളുടെ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലാംഗ്വേജും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ സെറ്റാക്കി എടുത്തിട്ട് വരിക. എന്തെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് ഈ ഒരു 1 ഇയർ സ്റ്റുഡന്റ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം 2 ഇയേഴ്സ് മാത്രമേ ഉള്ളൂ സ്റ്റേ ബാക്ക്. ആ 2 വർഷം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ, ഫുൾ ടൈം ജോബ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ളിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്പോൺസർഷിപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ സ്വന്തം ഫീൽഡിൽ നമുക്ക് ഈ സ്പോൺസർഷിപ്പ് കിട്ടാൻ കുറച്ച് പാടാണ്. ഇപ്പം കുറച്ചും കൂടെ പാടാണ്. കാര്യം ത്രഷോൾഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പക്ഷേ കിട്ടുന്നവരും ഉണ്ട് കേട്ടോ. കിട്ടുന്നവരില്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഫീൽഡിൽ നിന്ന് മാറി നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരും. അതായത് സ്പോൺസർഷിപ്പ് ഏത് ജോബിനാണോ കിട്ടുന്നത്? ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഹെൽത്ത് കെയർ സെക്ടറിലാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഇവിടെ കൂടുതൽ പേരും ഹെൽത്ത് കെയർ സെക്ടറിലോട്ട് ആയി പോകുന്നത്. സോ ആ ജോബ് നിങ്ങൾക്ക് ചെയ്യാൻ കുഴപ്പമില്ല. അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ഉള്ള മറ്റ് എൻ്റെ ഫീൽഡിൽ നിന്ന് മാറിയിട്ടുള്ള ഏത് ജോബ് ആണെങ്കിലും ഞാൻ ചെയ്യും എന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ 2 വർഷത്തെ സ്റ്റേ ബാക്കും കിട്ടിയിട്ട് നമുക്ക് പൊടിയും തട്ടി പോകാനേ പറ്റത്തുള്ളൂ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. സ്വന്തം ഫീൽഡിൽ ജോബ് കിട്ടിയില്ലെങ്കിലും മാനസിക സന്തോഷത്തിന് കുഴപ്പമില്ലാത്ത ആളാണെങ്കിൽ മാത്രം വരിക എന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും കൊളാറ്ററൽ സെക്യൂരിറ്റി വെച്ചിട്ട് ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് വരിക. കുറേ പിള്ളേരുണ്ട്, അതായത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കടമൊക്കെ മേടിച്ച്, അതായത് ഗോൾഡൊക്കെ കൊണ്ട് പണയം വെച്ചിട്ടൊക്കെ ഇങ്ങോട്ട് വരും. എന്നിട്ട് അപ്പോൾ വീട്ടുകാരും വിചാരിക്കും ഇതൊക്കെ ഉടനെ എടുത്ത് കൊടുക്കും. എല്ലാവരും വിചാരിക്കുന്നത് ഇവിടെ കിട്ടിയ ഉടനെ നമ്മളിങ്ങനെ പൈസ ഇങ്ങനെ ഉലർത്തിയിടുവാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കും. പക്ഷെ നിങ്ങൾ പെട്ടുപോകും. നിങ്ങളൊരു ഡിപ്പെൻഡിങ് കൊണ്ടാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. കാര്യം ഈ 1 ഇയറിനുള്ളിൽ ഇതൊന്നും നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഒരു ലോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഇയർ സമയം കിട്ടും. സെക്കൻഡ് ഇയർ തൊട്ട് നിങ്ങൾക്ക് അടച്ചു തുടങ്ങിയാൽ മതി. അതായത് ഫുൾ ടൈം അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ മെയിൻ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രമേ വരിക.